കൊരിന്ത്യർ 1 ലേഖനം അധ്യായം 2. സഹോദരരെ, ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള സാക്ഷ്യം നിങ്ങളോട് പ്രസ്താവിച്ചത് വാഗ്വൈഭവമോ ജ്ഞാനമോ കൂടാതെയായിരുന്നു. യേശുക്രിസ്തുവിനെ, ക്രൂശിതനായ ക്രിസ്തുവിനെ തന്നെ, അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു. ബലഹീനതയോടും ഭയത്തോടും വളരെ നടുക്കത്തോടും കൂടെയാണ് ഞാൻ നിങ്ങളുടെ അടുത്തെത്തിയത്. എന്റെ ദൂതും എന്റെ പ്രസംഗവും ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളാലായിരുന്നില്ല, പിന്നെയോ ആത്മാവിന്റെ ശക്തിയുടെ പ്രദർശനത്തോടെ ആയിരുന്നു. നിങ്ങളുടെ വിശ്വാസം മാനുഷിക ജ്ഞാനത്തിലല്ല, ദൈവശക്തിയിൽ അടിസ്ഥാനപ്പെട്ടിരിക്കേണ്ടതിന് തന്നെ. എങ്കിലും പക്വതയുള്ളവരുടെ ഇടയിൽ ഞങ്ങൾ ജ്ഞാനത്തിന്റെ ദൂത് പ്രസ്താവിക്കുന്നു. എന്നാൽ അത് ഈ കാലത്തിന്റെയോ ഇക്കാലത്തെ നശിച്ചു പോകുന്ന ഭരണാധികാരികളുടെയോ ജ്ഞാനമല്ല. ദൈവത്തിന്റെ നിഗൂഢ ജ്ഞാനം, മറഞ്ഞിരുന്നതും നമ്മുടെ തേജസ്സിനായി ദൈവം കാലത്തിനു മുമ്പേ നിശ്ചയിച്ചിരുന്നതുമായ ജ്ഞാനം തന്നെ ഞങ്ങൾ പ്രസ്താവിക്കുന്നു. ഇക്കാലത്തെ അധികാരികളാരും അത് ഗ്രഹിച്ചില്ല. ഗ്രഹിച്ചിരുന്നുവെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു. തന്നെ സ്നേഹിക്കുന്നവർക്കായി ദൈവം ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും മനസ്സിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ. എങ്കിലും ദൈവം തന്റെ ആത്മാവിനാൽ നമുക്കത് വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലവും, ദൈവത്തെ സംബന്ധിച്ച അഗാധ കാര്യങ്ങൾ പോലും ആരാഞ്ഞറിയുന്നു. ഒരു മനുഷ്യന്റെ ചിന്തകൾ അയാളുടെ ആത്മാവല്ലാതെ വേറെ ആരാണറിയുക? അങ്ങനെ തന്നെ ദൈവത്തിന്റെ ചിന്തകൾ ദൈവാത്മാവൊഴികെ മറ്റാരും ഗ്രഹിക്കുന്നില്ല. ദൈവം നമുക്ക് സൗജന്യമായി നൽകിയിരിക്കുന്നത് മനസ്സിലാക്കുവാൻ സാധിക്കേണ്ടതിന് നാം ലോകത്തിന്റെ ആത്മാവിനെയല്ല, ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചിരിക്കുന്നത്. മനുഷ്യജ്ഞാനം പഠിപ്പിച്ച വാക്കുകളാലല്ല, ആത്മാവ് പഠിപ്പിച്ച വാക്കുകളാൽ അത്രേ ഇക്കാര്യങ്ങൾ ഞങ്ങൾ സംസാരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ആത്മീയ സത്യങ്ങൾ ആത്മീയ വചനത്താൽ തന്നെ വ്യക്തമാക്കുന്നു. ആത്മാവില്ലാത്തവൻ ദൈവാത്മാവിൽ നിന്നുള്ള കാര്യങ്ങൾ സ്വീകരിക്കുന്നില്ല, അവ അവന് ഭോഷത്വമാകുന്നു. ആത്മീയമായി വിവേചിക്കേണ്ടതാകയാൽ അവയെ ഗ്രഹിപ്പാൻ അവന് സാധ്യവുമല്ല. ആത്മീയ മനുഷ്യൻ സകല കാര്യങ്ങളും വിവേചിക്കുന്നു, താൻ മറ്റാരുടെയും വിവേചനത്തിന് വിധേയനാകുന്നതുമില്ല. കർത്താവിന് ആലോചന നൽകുവാൻ തക്കവണ്ണം അവിടുത്തെ മനസ്സറിഞ്ഞിട്ടുള്ളവൻ ആര്? നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകുന്നു.